ഹായ് ഹലോ. അപ്പോൾ ഇന്നൊരു പുതിയൊരു വീഡിയോയാണ്. പള്ളിപ്പെരുന്നാളിന് പോകുന്നൊരു വീഡിയോയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഫ്രഷായിട്ട് പെരുന്നാളിൽ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് താമസിച്ചു പോയി. പ്രദക്ഷിണമൊക്കെ കയറിയായിരുന്നു. ലേറ്റായിട്ടാണ് വന്നത്, ഒരുപാട് ലേറ്റായിട്ടാണ് പള്ളിയിൽ വന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പള്ളിയിൽ വന്നപ്പോൾ കാറ് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. പിന്നെ കാറ് പാർക്ക് ചെയ്തിട്ട് അവർ രണ്ടുപേരും വരാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. രണ്ടുപേരും വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പള്ളിയുടെ അകത്ത് കയറാൻ ഒരു സ്പേസ് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നിട്ട് എല്ലാം കാണുമായിരുന്നു. കാരണം അങ്ങോട്ടേക്ക് ബ്ലോക്കും ഉണ്ടായിരുന്നു. പിന്നെ അത് തന്നെയല്ല, നമ്മൾ പള്ളിയുടെ മെയിൻ ഗേറ്റിലോട്ട് പോയാൽ തന്നെ നമ്മൾ റോഡിൻ്റെ പുറത്തേക്ക് നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ പിന്നെ പിള്ളേർ ചെറുതുങ്ങളായതുകൊണ്ട് ചിലപ്പോൾ താഴെ ഇറങ്ങി നിന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. അപ്പോൾ പിന്നെ വണ്ടിയെല്ലാം വരുന്നത് കൊണ്ട് നമുക്കത് സേഫ് അല്ലാന്ന് തോന്നിയതുകൊണ്ട് തിരക്കൊഴിഞ്ഞിട്ട് കയറാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ നിന്നിട്ട് തന്നെ കാണുമായിരുന്നു. ആ സമയത്ത് വെടിക്കെട്ട് അങ്ങനെ കുറച്ച് പ്രോഗ്രാം ഉള്ളത് കൊണ്ട് അവിടെ തന്നെ നിന്ന് ഞങ്ങൾ കണ്ട് ഇതാവുമായിരുന്നു. പിന്നെ നമ്മൾ പള്ളിയുടെ അകത്തേക്ക് ചെന്നു കഴിഞ്ഞ സമയത്ത് നമ്മൾ പിന്നെ നേരെ പള്ളിയിലോട്ട് പോകുമായിരുന്നു. പിള്ളേർ ഇതെല്ലാം കണ്ടപ്പോൾ മേടിക്കണമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പള്ളിക്കകത്ത് പോയി പ്രാർത്ഥിച്ച് നേർച്ചയൊക്കെ കഴിച്ച് നമ്മൾ പള്ളിയിലൊരു 10-15 മിനിറ്റ് ഇരുന്നു കഴിഞ്ഞിട്ട് പിന്നെ ബഹളമായത് കാരണം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം ആ മൂലയിൽ നിന്ന് താഴേക്ക് എന്തായാലും ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല ഇപ്പോഴൊന്നും. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു സ്പേസിൽ നിന്നിട്ട് എല്ലാവരും തന്നെ ഗ്രൗണ്ടിലായിരുന്നു, പള്ളിമുറ്റത്തായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് എല്ലാം കണ്ട് ചെണ്ടകൊട്ടും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ട് നിന്നിട്ട് താഴേക്ക് ഇറങ്ങുന്നത്. അവിടെയാണെങ്കിൽ ഭയങ്കര 2 സൈഡും ആയിരുന്നു. അപ്പോൾ ഭയങ്കര തുള്ളലും ഇതൊക്കെ. പിള്ളേരില്ലായിരുന്നെങ്കിൽ നമുക്കും പോയി തുള്ളായിരുന്നു. അവിടെ ഇറങ്ങിപ്പോയിരുന്നെങ്കിലും കാണാമായിരുന്നു. ഇതിപ്പോൾ ഇവരുള്ളത് കൊണ്ട് നമ്മൾ അങ്ങോട്ട് ചെന്നാലും ഓരോ കടകളിലേക്കായി പോകും. അപ്പോൾ പിന്നെ ഇത് ഇങ്ങനെ കാണാൻ പറ്റില്ലാത്തതുകൊണ്ട് കുറേ നേരം നമ്മൾ ഒരു സൈഡിൽ നിന്ന് അവരെയും കാണിച്ചു കൊടുത്ത് എടുത്തു പിടിച്ചൊക്കെ കാണിക്കുമായിരുന്നു. പിന്നെ സാധനങ്ങളും അതും ഇതെല്ലാം നമ്മൾ സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് നമ്മൾ ഈ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇത് കാണാനായിട്ട് കുറച്ച് നേരം നിന്നു. ഒരുപാട് ലേറ്റായിട്ടാണ് പ്രോഗ്രാം തുടങ്ങിയത്. എല്ലാവരും കൂവലും ബഹളവും ഒക്കെ കഴിഞ്ഞിട്ടാണ് പ്രോഗ്രാം തുടങ്ങിയത്. എല്ലാം സെറ്റാക്കാൻ വേണ്ടി ഇവർ ടൈം എടുത്തെന്ന് തോന്നുന്നു. ആ ഒരു രീതിയിൽ ഭയങ്കരമായിട്ട് ലേറ്റായി. എല്ലാവർക്കും ഭയങ്കരമായിട്ട് മുഷിച്ചൽ പോലെ വന്നായിരുന്നു. അങ്ങനെ ഈ പ്രോഗ്രാം കണ്ടു. പിന്നെ ഓരോരോ സാധനങ്ങൾ മേടിച്ച് ഞങ്ങൾ പിന്നെ പെട്ടെന്ന് ഒന്ന് കണ്ടിട്ട് നമ്മൾ ഓർക്കും ഇപ്പോൾ എഴുന്നേറ്റ് പോകാം. പക്ഷേ ഇവർ ഈ പിടിച്ചിരുത്തി പ്രോഗ്രാം തുടങ്ങിയപ്പോൾ ഇവർ കടി മാത്രം മേടിച്ചുള്ളൂ. എന്നുവെച്ചാൽ പരിപാടിക്ക് മുമ്പ് കൂവി തോൽപ്പിച്ചു വരെ. പക്ഷേ പരിപാടി കഴിഞ്ഞ് ഓരോ പാട്ടനുസരിച്ചും എല്ലാവരും ഭയങ്കര കയ്യടിയും, എല്ലാവർക്കും ഭയങ്കര നമ്മൾ പിടിച്ചിരുത്തുന്ന ഒരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ കൊല്ലമൊക്കെ നാടകമായിരുന്നു. ആ നാടകമാണെങ്കിലും നമ്മൾ കണ്ട് പകുതിയായിപ്പോൾ എഴുന്നേറ്റ് പോയായിരുന്നു. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ലാഗടിപ്പിച്ച് ഇങ്ങനെ വിടുക. ഇത് പക്ഷേ ഭയങ്കര എനർജി ആയിരുന്നു. എല്ലാ പിള്ളേരും ഇറങ്ങി തുള്ളുമായിരുന്നു. ആണ് പെണ്ണെന്നൊരു വ്യത്യാസമില്ലാത്ത എല്ലാവരും തുള്ളി അടിച്ച് പൊളിച്ചു. എന്നാലും പിള്ളേർ സെറ്റൊക്കെ. പിന്നെ നമ്മൾ ഓരോന്ന് കഴിയുമ്പോൾ എഴുന്നേക്കാമെന്ന് ഓർത്തു. അത് ഞാൻ പറഞ്ഞല്ലോ, പിടിച്ചിരുത്തുമെന്ന്. ആ ഒരു രീതിയിൽ ഇരുന്നിരുന്ന് ലാസ്റ്റ് 12-12:30 1 മണിയൊക്കെ ആയിക്കഴിഞ്ഞു. പതുക്കെ എഴുന്നേ. പിള്ളേർ പിന്നെ ഉറങ്ങിയായിരുന്നു. അനിയത്തിൻ്റെ 2 പിള്ളേർ ഉറങ്ങി, എൻ്റെ ഒരാൾ ഉറങ്ങി. അങ്ങനെ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ പോയേക്കാം, നാളെ എല്ലാവർക്കും ജോലിക്കും പോകണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പതുക്കെ എല്ലാവരും തന്നെ എഴുന്നേറ്റ് ഞങ്ങൾ പിന്നെ പോയി. പിന്നെ വീട്ടിൽ ചെന്നൊരു 10 പറയണ്ടല്ലോ. പിന്നെ 1:30-2 മണിയായി വീട്ടിൽ വന്നപ്പോൾ പിന്നെ പിന്നെ എല്ലാവരും ലേറ്റായി. അനിയത്തിനെ വീട്ടിൽ കൊണ്ടുവിട്ട് പിന്നെ ഞങ്ങളും കിടന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം അവസാനിച്ചു. അപ്പോൾ പെരുന്നാളും അവസാനിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.